ഹലോ എവ്രി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണെങ്കിൽ ക്രം കോട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഫൈനൽ കോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും കാണിക്കുന്നതിന് വീഡിയോ. അപ്പോൾ നിങ്ങൾ ഒത്തിരി കാണിച്ച് ബോർ ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് കേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നമുക്ക് കാണാം. ഇത് ഓഫീസിലേക്ക് കൊണ്ടുപോയ കേക്കായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് ആരാണ്ട് ബർത്ത്ഡേ ആയിരുന്നു, അന്നേരം കൊണ്ടുപോയ കേക്കിന് വേണ്ടി ഇതുകൊണ്ടാണ് കേക്കിന് 1 kg കേക്ക്, അത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാണെങ്കിൽ ടെയിൽ കളർ ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്കിങ്ങനെ കാണുമ്പോൾ തോന്നും ബ്ലൂ കളർ, പക്ഷേ ബ്ലൂ കളറല്ല കേട്ടോ. ഇതാണെങ്കിൽ ഒരു റാമ കളർ പോലെ ആയിരിക്കും വരുന്നത് കേട്ടോ. കാണാൻ നല്ലൊരു അടിപൊളി ലുക്കായിരുന്നത്. അപ്പോൾ നമുക്കത് താഴ്ച ഡാർക്ക് ഷെയ്ഡ്, മേളിച്ച് ലൈറ്റ്, പിന്നെ അതിൻ്റെ മേളിലാണെങ്കിൽ വൈറ്റ് ക്രീമും കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ കാണാനായിട്ട്. റെഡിയായി വന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലാണ് എപ്പോഴും നമ്മൾ സർക്കിൾ കേക്ക് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലേ. സർക്കിളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. സ്ക്വയർ ആകുമ്പോൾ ഇച്ചിരി അധികം സമയമെടുത്ത് നമുക്ക് വേണം ഫിനിഷിങ് ചെയ്യാനായിട്ട്. അതിൻ്റെ ആണെങ്കിൽ സൈഡിലൊക്കെ ആണെങ്കിൽ ഫിനിഷിങ് ആയി വരാൻ ഇച്ചിരി സമയം എടുത്താണ് ഞാൻ ചെയ്തത് കേട്ടോ. കുറച്ച് സമയം അധികം എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിനിഷിങ് ആയി കഴിഞ്ഞപ്പം സിലിക്കോൺ ബ്രഷും കൂടി മേളിലാണെങ്കിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റോസറ്റ് നോസലും കൊണ്ട് ഡാർക്ക് കളറും പിന്നെ ആണെങ്കിൽ ഇച്ചിരി ലൈറ്റ് ഷെയ്ഡും പിന്നെ വൈറ്റ് കളർ ക്രീമും കൊണ്ട് നമുക്ക് സൈഡിൽ റോസറ്റിന് ഇടയ്ക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഒരു ബോർഡർ ഡിസൈൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കേക്കിൻ്റെ വീഡിയോസ് ഏത് വീഡിയോസ് ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നിങ്ങളാണെങ്കിൽ കണ്ട് അഥവാ പകുതി കണ്ട് സ്കിപ്പ് ചെയ്ത് പോവും, അല്ലെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാതെ പോവും. പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നില്ലേ വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തീർച്ചയായിട്ടും തരണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.